28 വർഷം LDFിന്റെ കയ്യിലിരുന്ന മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയ സമയത്തും അവരത് നിലനിർത്തുന്ന കാഴ്ചയാണ് ചേലക്കരയിൽ കണ്ടത്. ഇടതിന്റെ പൊന്നാപുരം കോട്ടയായ ചേലക്കരയിൽ തുടക്കം മുതൽ തന്നെ LDFിന്റെ തേരോട്ടം അത് ദൃശ്യമായിരുന്നു. വരവൂർ പഞ്ചായത്തിലെ വോട്ടുകളാണ് ആദ്യം എണ്ണിയത്. ദേശമംഗലം, കൊണ്ടാഴി, വള്ളത്തോൾ നഗർ, പഴയന്നൂർ, ചേലക്കര, പാഞ്ഞാൾ, തിരുവില്ലാമല തുടങ്ങിയ പഞ്ചായത്തുകളിലെല്ലാം വ്യക്തമായ ലീഡ് നിലയാണ് പ്രദീപിന് ആദ്യം മുതൽക്കേ കിട്ടിയത്. മണ്ഡലത്തിൽ അട്ടിമറി പ്രതീക്ഷ നിലനിർത്തിയാണ് UDF രമ്യ ഹരിദാസിനെ ഇറക്കിയത്. എന്നാൽ പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ രമ്യയ്ക്ക് കഴിഞ്ഞില്ല. 574 വോട്ടിന് മുള്ളൂർക്കര പഞ്ചായത്തിലെ വോട്ടെണ്ണുന്ന സമയത്ത് മാത്രമാണ് രമ്യ ഹരിദാസ് ചെറുതായിട്ടെങ്കിലും മുന്നിലെത്തിയത്. 12 റൗണ്ടുകളിലും LDF ലീഡ് നിലനിർത്തുന്നതാണ് കണ്ടത്. വരവൂരിൽ കെ രാധാകൃഷ്ണൻ മത്സരിക്കുന്ന സമയത്ത് 1200 വോട്ടുണ്ടായിരുന്നത് 1800 ആക്കി ഉയർത്താൻ പ്രദീപിന് കഴിഞ്ഞു. ദേശമംഗലത്തും കിട്ടി 1800 വോട്ടിന്റെ ഭൂരിപക്ഷം. എന്നാൽ അത് വള്ളത്തോൾ നഗറിലേക്ക് എത്തിയപ്പോഴേക്കും ലീഡ് നില 2000 കടന്നു. 3 റൗണ്ട് എണ്ണിയപ്പോൾ തന്നെ കോൺഗ്രസ് തോൽവി മണത്തറിയുകയായിരുന്നു. അതേസമയം കെ ബാലകൃഷ്ണനിലൂടെ BJPക്ക് മണ്ഡലത്തിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 24,045 വോട്ടുകളാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിഞ്ഞിരുന്നത്. അത് 33,609 വോട്ടാക്കി വർദ്ധിപ്പിക്കാൻ ബാലകൃഷ്ണന് കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരവും ജനവിരുദ്ധ നിലപാടുകളും ചർച്ചയാകുമെന്നതായിരുന്നു UDFന്റെയും BJPയുടെയും കണക്കുകൂട്ടൽ. എന്നാൽ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയം ചൂണ്ടിക്കാട്ടി ആരോപണങ്ങളെ പ്രതിരോധിക്കാനായിരിക്കും LDF ശ്രമിക്കുകയെന്നുറപ്പ്. സി മലയാളം ന്യൂസ്, ചേലക്കര. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.